തിരുവനന്തപുരത്ത് പാപ്പനംകോട് നിയന്ത്രണം വിട്ട KSRTC ബസ് കടമുറിയിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായി. ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ഉണ്ടായിരുന്നത്. ബസ് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നാണ് വിവരം. ദേവൻ MP ആണ് വിവരങ്ങളുമായി ചേർന്നത്. ദേവൻ, വിവരങ്ങൾ. സേതു, ഇന്ന് രാവിലെ 6:30 അതായത് 7 മണിക്ക് മുൻപായിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത്. തിരുവനന്തപുരം പാപ്പനംകോട് ബസ് ഡിപ്പോയിൽ നിന്നും രാവിലെ സർവീസിനായി പുറപ്പെടേണ്ട ബസ്സാണ് ഇത്തരത്തിൽ ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ അപകടം നടന്ന സംഭവ സ്ഥലത്ത് തന്നെയാണ്. രാവിലെ 6:30-ക്ക് ശേഷം ഈ ഡിപ്പോയിൽ നിന്നും മണ്ണന്തല ഭാഗത്തേക്ക് പോകേണ്ടിയിരുന്ന സിറ്റി ഫാസ്റ്റ് ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഭാഗ്യവശാൽ ബസ്സിനുള്ളിൽ തന്നെ മറ്റ് യാത്രക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല. രാവിലെ ആദ്യത്തെ സർവീസിനായി ബസ് ഡിപ്പോയിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബസ്സിൽ കണ്ടക്ടറും ഡ്രൈവറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് KSRTCയുടെ ഭാഗത്ത് നൽകുന്ന വിശദീകരണം, ഈ ബസ്സിന്റെ ആക്സിലേറ്റർ ജാം ആവുകയും പിന്നീട് അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയുമായിരുന്നു. അങ്ങനെയാണ് ഈ നേരെ എതിർവശത്ത് തന്നെയുള്ള ഈ കടയുടെ മുന്നിലേക്ക് ഈ ബസ് ഇടിച്ചു കയറിയതെന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വലിയ അപകടം, അതായത് ഈ ബസ്സിനുള്ളിൽ യാത്രക്കാരുണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെയാണ് ഈ ഒരു ഫുട്പാത്തിന് ഈ ഒരു കടയുടെ അല്ലെങ്കിൽ അപകടം നടന്ന കടയുടെ തൊട്ടടുത്ത് തന്നെ ഈ ഫുട്പാത്തിൽ ഈ പത്രം വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്. ഇദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ഇവിടെയാണ് ഈ പത്രവിൽപ്പന നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ ഒരു അപകടത്തിൽ നിന്നും അദ്ദേഹം തലനാടിരക്കി രക്ഷപ്പെട്ടതെന്ന് പറയേണ്ടി വരും. ഈ എങ്ങനെയായിരുന്നു ബസ് നേരെ വന്ന് ഇടിക്കുമായിരുന്നോ? നേരെ സ്പീഡിൽ ഇങ്ങനെ വന്ന് ഇടിച്ച് കടയ്ക്കകത്ത് കയറുക, അങ്ങോട്ടായിരുന്നു ഒരു അല്പം തെറ്റിയിരുന്നു, അല്ലെങ്കിൽ എന്റെ നെഞ്ചത്ത് തന്നെ കയറിയല്ലേ. അപ്പൊ വന്നപ്പോ പേടിച്ചോ ബസ് വരുന്ന സ്പീഡിനായിരുന്നു? ഞാൻ പേടിച്ചിങ്ങനെ കഴിക്കാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല. പെട്ടെന്ന് ഇങ്ങനെ ഓവർ സ്പീഡിൽ ഇങ്ങനെ കണ്ണടിച്ച് തുറക്കണ നേരം കൊണ്ട് ഇങ്ങനെ വന്ന് കയറിയതാണ്. ഡിപ്പോയ്ക്കകത്ത് ഇങ്ങനെ വന്ന് സ്ട്രെയിറ്റ് ഇങ്ങനെ കഴിക്കാനോ വിളിക്കാനോ ഒന്നും പറ്റില്ല. ഹാൻഡിക്യാപ്റ്റാണ്, കഴിച്ച് ഓടാനൊന്നും പറ്റില്ല. അങ്ങനെ എന്നിട്ട് ഞാൻ ആ പേടിയിൽ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞതും കസേര ഞാനും കൂടെ ഇങ്ങോട്ട് മറിഞ്ഞു. വണ്ടി അങ്ങനെ അങ്ങ് കയറായി, വീണത് ഭാഗ്യമായി. ഏതായാലും ആ പ്രതികരണം അത് തന്നെ ആ അപകടത്തിന്റെ ആ ഒരു ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് കാണാൻ പറ്റും. ഒരു പക്ഷേ ആ ദൃശ്യങ്ങളിൽ നമുക്കത് കാണിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പാപ്പനംകോട് ബസ് ടെർമിനൽ എന്ന് പറയുന്നത്. അവിടെ നിന്നും നേരെ എതിർവശത്തേക്ക്, അതായത് ഈ സർവീസിനായി ബസ് ആദ്യം പുറത്തേക്ക് എടുത്തതായിരുന്നു. അങ്ങനെ നേരെ എതിർവശത്തുള്ള കടയിലേക്കാണ്, അവിടെ ഒരു ലോട്ടറി കടയാണിത്. ഈ ലോട്ടറി കടയിലേക്കാണ് ഈ വാഹനം നിയന്ത്രണം തെറ്റി ഇടിച്ച് കയറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ അപകടത്തിൽ പെട്ട ബസ് നമുക്ക് കാണാൻ കഴിയും. പൂർണ്ണമായും ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ബസ്സിന്റെ ഡ്രൈവർ ഈ അപകടത്തിൽ ഈ ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നതിനെ തുടർന്ന് തന്നെ ഈ ഡ്രൈവർ ആ സീറ്റിൽ തന്നെ സ്റ്റക്കായിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് ഈ മറ്റാളുകളെല്ലാം ചേർന്നുകൊണ്ടാണ് ഡ്രൈവറെയും കണ്ടക്ടറെയും എല്ലാം തന്നെ പുറത്തേക്ക് എടുക്കുന്നതും മറ്റൊരു ബസ്സിൽ തന്നെ ഈ പരിക്ക് പറ്റിയ ഡ്രൈവറെയും കണ്ടക്ടറെയും ഒപ്പം ഉണ്ടായിരുന്ന ഈ ലോട്ടറി കടയിൽ ഉണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരെയും ഒപ്പം തന്നെ മറ്റൊരു ബസ്സിൽ തന്നെ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ രാവിലെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് കൂടുതൽ സ്കൂൾ കുട്ടികളെല്ലാം തന്നെ ഈ ബസ് കാത്ത് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഏതായാലും വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. ബസ്സിനുള്ളിൽ യാത്രക്കാരുണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് ഈ ഫുട്പാത്തിൽ മറ്റ് ആളുകളൊന്നും തന്നെ ബസ് കാത്ത് നിന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഈ ഒരു സ്കൂട്ടർ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു വാഹനമായിരുന്നു. അത് പൂർണ്ണമായും ഈ ഒരു അപകടത്തിൽ നശിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത് രാവിലെ. ആയാലും ഈ പരിക്ക് പറ്റിയ 3 പേരെയും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ വാഹനത്തിന്റെ KSRTC ബസ് ഡ്രൈവർ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ ദേവൻ, ശരി. അപകടം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ പൂർണ്ണമായും തന്നെ അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ബസ്സും ഏറെക്കുറെ പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ട്.